ശ്രീരാമൻ്റെ മഹാപ്രസ്ഥാന സമയത്ത് ബ്രഹ്മാവ് ശ്രീരാമനെ സ്തുതിക്കുന്നതാണ് അധ്യാത്മരാമായണത്തിലെ ഉത്തരകാണ്ഡത്തിൽ അവസാനത്തെ സ്തുതി. അന്നേരമവിടെ 4.5 നാഴിക നേരം നിന്നിതു പരനേകാത്മാവായ നാരായണൻ, സകല ജഗന്മയൻ ആകിയ സനാതനൻ, ജഗതി നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സോടും നിന്നരുളുന്നേരം അംബുജാസനൻ തത്ര വന്നിതു വിമാനങ്ങൾ തോറും ദേവകളുമായി. ഭക്തി കൈക്കൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ, ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാദാജയ. അമ്പുതി മധ്യേ പള്ളി കൊള്ളുന്ന നാദാജയ, അംബുജത്തിങ്കലെന്നെ നിർമ്മിച്ച നാദാജയ. യുദ്ധത്തിനടുത്തൊരു മധുകൈടഭന്മാരെ ബദ്ധരോഷേണ കൊന്നു മുടിച്ച നാദാജയ. ദൈത്യന്മാരുടെ മഹാമേധസ്സു കൊണ്ടുതന്നെ ധാത്രിമണ്ഡലത്തെയും നിർമ്മിച്ച നാദാജയ. ധാത്രിയിലെന്നെ കണ്ടു സകല ജന്തുക്കളെ പേർത്തു നിർമ്മിപ്പിച്ചൊരു പരമാത്മാവേ ജയ. കാലത്താൽ പ്രപഞ്ച സംഹാരം ചെയ്വതിനായി നീലലോഹിതനായും വാണിടും നാദാജയ. ഭൂപതി സത്യവ്രതാനുഗ്രഹത്തിനു മത്സ്യരൂപത്തെ പരിഗ്രഹിച്ചോരു രാഘവാജയ. മന്ദരമുയർത്തുവാൻ കൂർമ്മമായി അവതരിച്ചിന്ദ്രാദിദേവകളെ പാലിച്ച നാദാജയ. ഹിരണ്യാക്ഷനെ കൊൽവാൻ ആദിസൂകരമായി ധരണീദേവി തന്നെ രക്ഷിച്ച നാദാജയ. ഹിരണ്യകശിപുവാം അസുരേന്ദ്രനെ കൊൽവാൻ നരസിംഹാകാരനായി ചമഞ്ഞ നാദാജയ. 3 ലോകവും മഹാബലിയോടർത്തിച്ചുടൻ 3 അടിയായളന്ന വാമനമൂർത്തേ ജയ. ധരണീന്ദ്രന്മാരായ ദുഷ്ടരെ വധിപ്പാനായി പരശുരാമനായി പിറന്ന നാദാജയ. രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നിപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാദാജയ. വസുദേവാത്മജനായി ഇനിമേൽ ബലനായി വസുധാഭാരം തീർക്കും രേവതീപദേ ജയ. ദേവകീതനയനായി കൃഷ്ണനായി പിറന്നിനി സേവകന്മാർക്കു മുക്തി കൊടുക്കും നാദാജയ. ഖഡ്ഗവും ധരിച്ചിനി കലികാലത്തിങ്കൽ കൽക്കിയായി ദുഷ്ടവധം ചെയ്തിടും നാദാജയ. നിഷ്കളനായ തവ തത്വത്തെ നിരൂപിച്ചാൽ ഉൾക്കമലത്തിലറിയാവതല്ലൊരുവർക്കും. സദ്ഗതി എടുത്തവൻ ആചാര്യരൂപം കൈക്കൊണ്ടുൾക്കാമ്പിൽ നാനാഭേദഭ്രമവും തീരും വണ്ണം. സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശം ഭക്തനാം ശിഷ്യനറിയിച്ചാൽ കണ്ടിടാമത്രേ. സകല ശരീരികളുള്ളിലും ജീവാത്മാവായി സുഖബോധകമായ പരമാത്മാനം പരം അറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം വിശ്വം നിറഞ്ഞു മരുവീടും പുരുഷോത്തമാജയ. ഇക്കാലം ദശരഥ പുത്രനായ അയോധ്യയിൽ വിഖ്യാത കീർത്തി രാമനായ മാധവാജയ. വിശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രൻ്റെ പിമ്പെ പോയ രാഘവാജയ. കാടകം പുക്കശേഷം വിശ്വാമിത്രൻ്റെ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവാജയ. വേഗേന സിദ്ധാശ്രമം പൊക്കു കൗശികനുടെ യാഗവും പരിപാലിച്ചിരുന്ന നാദാജയ. വിശ്വാമിത്രോക്ത്യ പുനരഹല്യ ശാപം തീർത്തു വിശ്വനായക ശാപം ഖണ്ഡിച്ച നാദാജയ. സീതാവല്ലഭനായി പോരുമ്പോൾ മധ്യേമാർഗം പ്രീതനായി ഭാർഗവനെ ജയിച്ച രാമാജയ. ബന്ധുവർഗവുമായി ചെന്നയോധ്യയിൽ പൂക്കു പന്തിരാണ്ടാനന്ദിച്ചു വസിച്ച നാദാജയ. ജനകാനഭിഷേകത്തിനു ഭാവിച്ച നേരം ജനനി കൈകേയിയും മുടക്കിക്കളയുകയാൽ സീതയും അനുജനും താനുമായി വനം പുക്കു മോദേന ചിത്രകൂടത്തിങ്കൽ മേവിന കാലം. ഖേദിച്ചു താതൻ സ്വർഗം പുക്കാൻ എന്നതു കേട്ടു ഖേദിച്ചു ശേഷക്രിയ ചെയ്ത രാഘവാജയ.
ഭരതൻ തൻ്റെ ദുഃഖമടക്കി രാജ്യമെല്ലാം ഭരം ഏൽപ്പിച്ചു യാത്രയായ ചോരനന്തരം ദണ്ഡകാരണ്യം പൊക്കു ദുഷ്ടനാം വിരാതനെ ഖണ്ഡിച്ചു മുനികളെ വന്ദിച്ച നാഥാജയ. താപസനായ സുധീഷ്ണനെയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗസ്ത്യാശ്രമം പുക്കശേഷം താപസോത്തമനാകും അഗസ്ത്യൻ കൊടുത്തൊരു ചാപവും ശരവും കൈക്കൊണ്ടുടൻ പുറപ്പെട്ടു. ഗൗതമിയാകും നദി തന്നെ തീരത്തിങ്കൽ കൗതുകത്തോടു സുമിത്രാത്മജൻ ചമച്ചൊരു പർണശാലയിൽ ഭാര്യ സോദര സമേതനായി ദണ്ഡമെന്നിയെ സുഖിച്ചിരുന്ന നാഥാജയ. വന്നു കാമിച്ച രാത്രിഞ്ചരിയാം ശൂർപ്പണഖ തന്നെ മൂക്കുമുല ഛേദനം ചെയ്ത മൂലം ക്രുദ്ധനായി 14 സഹസ്രം പടയോടും യുദ്ധത്തിനടുത്തൊരു ഘനനെ കൊല ചെയ്തു. പൊന്മാനായി വന്ന മാരീചാസുരനുടെ പിമ്പെ സമ്മോഹം പൂണ്ടുപോയ നേരത്തു ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയ അവസ്ഥകൾ കേതേന ജടായു ചൊന്നതിനെ കേട്ട ശേഷം മരിച്ച ഭക്ഷിക്കു ശേഷക്രിയകളും ചെയ്തു. കരുത്തനായ കബന്ധനു സൽഗതി നൽകി ശബരി തന്നെ കണ്ടു വരവും കൊടുത്തുടൻ സപതി പമ്പാതീരം പുക്കതി ശോകത്തോടും. നടക്കുന്നേരം വായുപുത്രനെ കണ്ടുകിട്ടി പടുത്തമോടും അവൻ സുഗ്രീവൻ തന്നെ കാട്ടി സഖ്യവും ചെയ്യിപ്പിച്ചു ബാലിയെ വധം ചെയ്തു. ദുഃഖേന ചാതുർമാസ്യം ഇരുന്ന നാഥാജയ. 4 ദിക്കിലും നാനാ വാനരപ്രവരന്മാർ കാലേ പോയന്വേഷിക്ക ജാനകി ദേവി തന്നെ. അങ്കുലീയവും ഹനുമാനുടെ കയ്യിൽ നൽകി അങ്കദാദികളോടും തെക്കോട്ടു നടകൊണ്ടാർ. പാതാളം തന്നിൽ സ്വയം പ്രഭയെ കണ്ടുകിട്ടി പ്രീതന്മാരായി ചെന്നു വാരിധി തീരം പുക്കാർ. സമ്പാദിവാജ സമുദ്രം കടപ്പാനായി വായുസംഭവൻ മഹേന്ദ്രത്തിൻ മുകളിൽ കരേറിനാൻ. വാരിധി ചാടിക്കടന്ന ആശുലങ്കയിൽ ചെന്നു താരിൽ മാതിനു തിരുവാഴിയും കൊടുത്തവൻ. ചൂടാരത്നവും വാങ്ങിയിട്ട് ഉദ്യാനഭംഗം ചെയ്തു പ്രൗഢതയോടുമുടൻ പോരിഞ്ഞു നേരിട്ടൊരു രക്ഷോവീരന്മാരെയും രാവണ തനേനാം അക്ഷകുമാരനെയും കൊന്നു രാവണനാകും ദുഷ്ടനെ കണ്ടു. വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടുപൊട്ടിച്ചു ആരാനിധിയും കടന്നുടൻ തുഷ്ടി പൂണ്ടങ്കദാദി വാനരന്മാരുമായി വന്നിഷ്ടമോടാശു കണ്ടേൻ ദേവിയെ എന്നു ചൊന്ന. മാരുതി തന്നെ പിടിച്ചാശ്ലേഷം ചെയ്തു ഗാഢം വാരിജാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥാജയ. സുമുഹൂർത്തേന മഹാവാനരപ്പടയോടും സമരത്തിനു പുറപ്പെട്ട രാഘവാജയ. ദക്ഷിണ സമുദ്രത്തിൻ ഉത്തരാതീരം പുക്കു രക്ഷോനാഥനും വിചാരം തുടങ്ങിനാനപ്പോൾ. വന്നിങ്ങു കണ്ട വിഭീഷണനെ ലങ്കാനാഥനെന്നഭിഷേകം ചെയ്തു വാഴിച്ച നാഥാജയ. വരുണൻ വഴി നൽകാഞ്ഞളവു വില്ലും വാങ്ങി ശരവും തൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടാൻ. നളനെ കൊണ്ടു ചിറ കെട്ടിച്ചു കൊള്ളുക ഞാൻ താൻ വഴിയും തരാമെന്നു വരുണൻ ചൊന്ന നേരം. രാമനാഥനെ പ്രതിഷ്ഠിച്ചനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിട്ടൊരു ചിറതന്മേൽ മർക്കടപ്പടയോടും അക്കരെ കടന്നുടൻ രക്ഷോനായകൻ തന്നെ കൊന്ന രാഘവാജയ. തൽക്ഷണേ വിഭീഷണൻ തന്നെ ലങ്കേശനെന്ന് രക്ഷോവീരന്മാരോടും വാഴിച്ച നാഥാജയ. അഗ്നിയിൽ മുഴുകി വന്നോരു ജാനകിയായ പത്നിയെ പരിഗ്രഹിച്ചോരു രാഘവാജയ. സോദര നിശാചര വാനരപ്പടയുമായി വൈദേഹിയോടും കൂടെ പുഷ്പകം കരയേറി നന്ദിഗ്രാമത്തിങ്കൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ചാശ്ലേഷം ചെയ്തൊരു രാഘവാജയ. താപസ നിശാചര വാനരരവരോടും താപങ്ങളകന്നൊരു സോദര വീരരോടും ഭൂദേവാദികളായ രാജ്യവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരമകം പുക്കു അഭിഷേകവും ചെയ്തു. ബന്ധുവർഗത്തോടും ചെന്നഭിമോദേന രാജ്യം പാലിച്ച നാഥാജയ. കുംഭസംഭവൻ പറഞ്ഞൻപോടു നിശാചര സംഭവമെല്ലാം അറിഞ്ഞോരു രാഘവാജയ. മൈഥിലി തന്നെ അപവാദ ശങ്കയ കളഞ്ഞാതങ്കമുള്ളിൽ മറച്ചിരുന്ന നാഥാജയ.
സ്വർണം കൊണ്ടവളുടൽ നിർമ്മിച്ചു യാഗങ്ങളും ഒന്നൊന്നായി ചെയ്തു കീർത്തി പൊങ്ങിച്ച നാദാജയ. അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്തു ധർമ്മദാനങ്ങൾ ചെയ്തു വസിച്ച നാദാജയ. വാൽമീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ കുശലവന്മാർ ഗാനം ചെയ്ത ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ടു ചിത്തസന്തോഷം പൂണ്ടു വസിച്ച നാദാജയ. സത്യത്തെ രക്ഷിപ്പാനായി സൗമിത്രി തന്നെ ത്യജിച്ചെത്രയും ദുഃഖത്തോടെ വസിച്ച നാദാജയ. മൈഥിലി തനയന്മാരാകിയ കുശലവന്മാരെയും ഓരോരോ ദിശി വാഴിച്ച നാദാജയ. സോദരമാത്യനിശാചരവാനരോടും സാദരമയോധ്യാവാസികളാമവരോടും വന്നിക സരയൂ തീരത്തിങ്കൽ ഇതുകാലം നിന്നരുളുന്ന രാമ രാഘവ ജയ ജയ. നമസ്തേ രാമ രാമ നമസ്തേ സീതാപദേ നമസ്തേ രഘുപദേ രാവണാന്തക ഹരേ. നമസ്തേ നാരായണ നമസ്തേ ലക്ഷ്മീപദേ നമസ്തേ ഭുവനൈകനായക കൃപാനിധേ. പരമാനന്ദമൂർത്തേ നമസ്തേ പരാത്മനെ പരബ്രഹ്മമേ പരം പുരുഷ നമോസ്തുതേ. ചതുരാനനേതി സ്തുതി ചെയ്തോരു നേരം മധുരസ്ഫുടാക്ഷരമരുളി ചെയ്തു ദേവൻ. എന്നോടുകൂടിപ്പോരും ജനങ്ങൾക്കെല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം എന്നതു കേട്ടു വിധാതാവരുൾ ചെയ്തിടിനാൻ. വന്നിഹ സരയുവിൽ മുഴുകിയിടുവിനെങ്കിൽ. ഇനി അർത്ഥം പറയാം. ലോകമാകെ നിറഞ്ഞ വൈഷ്ണവ തേജസ്സോടെ ശ്രീരാമൻ സരയൂ നദീതീരത്ത് 4.5 നാഴിക നേരം നിന്നു. അന്നേരം ബ്രഹ്മദേവൻ മറ്റു ദേവകളുമായി വിമാനത്തിലേറി അവിടെയെത്തി. എന്നിട്ട് ഭക്തിപൂർവം ശ്രീരാമദേവനെ സ്തുതിച്ചു തുടങ്ങി. സകല ഭക്തന്മാർക്കും മുക്തി നൽകുന്ന നാഥ, പാലാഴിയിൽ പള്ളികൊള്ളുന്ന നാഥ, അങ്ങ് ജയിച്ചാലും. താമരയിൽ എന്നെ സൃഷ്ടിച്ചവനെ അങ്ങ് ജയിച്ചാലും. യുദ്ധത്തിനായി എടുത്ത മധുകൈടവന്മാരെ നിഗ്രഹിച്ച് അവരുടെ മേധസ്സുകൊണ്ട് ഭൂമിയെ നിർമ്മിച്ച നാഥ ജയിച്ചാലും. ഭൂമിയിൽ എന്നെക്കൊണ്ട് സകല ജീവികളെയും നിർമ്മിപ്പിച്ച പരമാത്മാവെ വിജയിച്ചാലും. പ്രപഞ്ച സംഹാരം നടത്താനായി ശ്രീ പരമശിവനായും വരുന്ന നാഥ ജയിച്ചാലും. സത്യവ്രത രാജാവിനെ അനുഗ്രഹിക്കുന്നതിനായി മത്സ്യരൂപം ധരിച്ച ഭഗവാനെ ജയിച്ചാലും. ആമയായി അവതരിച്ച് മന്ദരപർവ്വതത്തെ ഉയർത്തി ഇന്ദ്രാദിദേവകളെ പരിപാലിച്ച നാഥ ജയിച്ചാലും. ദുഷ്ടനായ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച് ഭൂമിദേവിയെ രക്ഷിക്കുന്നതിനായി പന്നിയുടെ രൂപം ധരിച്ച നാഥ ജയിച്ചാലും. നരസിംഹാവതാരമെടുത്ത് ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ച ദേവ ജയിച്ചാലും. മഹാബലിയോട് 3 അടി ഭൂമി യാചിച്ച് 3 ലോകവും കൂടി 3 അടിയായി അളന്നെടുത്ത വാമനമൂർത്തി ജയിച്ചാലും. ദുഷ്ടരായ രാജാക്കന്മാരെ നിഗ്രഹിക്കുന്നതിനായി പരശുരാമനായി പിറന്ന നാഥ ജയിച്ചാലും. രാവണനെ വധിക്കാനായി ഇപ്പോൾ രാമനായി പിറന്ന് ദേവകളെ രക്ഷിച്ച നാഥ ജയിച്ചാലും. ഇനി വാസുദേവപുത്രനായ ബലരാമനായി പിറന്ന് ഭൂമിയുടെ ഭാരം തീർക്കുന്ന രേവതീകാന്ത അങ്ങ് ജയിച്ചാലും. ദേവകീപുത്രനായ കൃഷ്ണനായി പിറന്ന് സേവകന്മാർക്ക് മോക്ഷം നൽകുന്ന നാഥ ജയിച്ചാലും. ഇനി കലികാലാവസാനത്തിൽ കൽക്കിയായി അവതരിച്ച് വാളും ധരിച്ച് ദുഷ്ടവധം ചെയ്യുന്ന നാഥ അങ്ങ് ജയിച്ചാലും. നിഷ്കളങ്കനും നിരുപമനുമായ അങ്ങയുടെ തത്വത്തെ മനസ്സിലാക്കാൻ ആർക്കും കഴിയുകയില്ല. മോക്ഷപദത്തിൽ എത്താറാകുമ്പോൾ ആചാര്യരൂപം കൈക്കൊണ്ട് ഭക്തനായ ശിഷ്യന് ഭേദഭാവന ഇല്ലാതാക്കത്തക്ക വിധം സത്യമായുള്ള വസ്തു ദർശിക്കാനുള്ള ഉപദേശം നൽകിയാൽ ആ ശിഷ്യന് കാണാൻ കഴിയുമത്രേ. സകല ജീവജാലങ്ങളിലും ജീവാത്മാവായി വർത്തിക്കുന്ന പരമതത്വമായ പരമാത്മാവിനെ അറിഞ്ഞു പുകഴ്ത്തുവാനാവില്ല. ഈ വിശ്വത്തിലാകെ നിറഞ്ഞു വാഴുന്ന പുരുഷോത്തമ അങ്ങ് ജയിച്ചാലും. ഈ കാലത്തിൽ ദശരഥപുത്രനായി അയോധ്യയിൽ പ്രശസ്തനായി തീർന്ന ശ്രീരാമനായ മാധവ ജയിച്ചാലും. ലോകരക്ഷാർത്ഥം ലക്ഷ്മണനെയും കൂട്ടിക്കൊണ്ട് വിശ്വാമിത്രനോടൊപ്പം പോയ രാഘവ ജയിച്ചാലും. വനത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വിശ്വാമിത്രൻ്റെ ആജ്ഞയാൽ ദുഷ്ടയായ താടകയെ വധിച്ച ശ്രീരാമ ജയിച്ചാലും. സിദ്ധാശ്രമത്തിലെത്തി കൗശികൻ്റെ യാഗത്തെ പരിപാലിച്ച നാഥ ജയിച്ചാലും. വിശ്വാമിത്രൻ്റെ വാക്കുകേട്ട് അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയ നാഥ ജയിച്ചാലും. ശൈവചാപം മുറിച്ച് സീതാദേവിയെ പരിഗ്രഹിച്ച് സീതാവല്ലഭനായി പോകുമ്പോൾ മാർഗമധ്യേ ഭാർഗവരാമനെ ജയിച്ച രാമ ജയിച്ചാലും. ബന്ധുവർഗത്തോടൊപ്പം അയോധ്യയിലെത്തി 12 കൊല്ലം ആനന്ദത്തോടെ വസിച്ച നാഥ ജയിച്ചാലും. പിതാവ് അഭിഷേകത്തിന് ഭാവിച്ചപ്പോൾ മാതാവായ കൈകേയി അത് മുടക്കിക്കളഞ്ഞതിനാൽ സീതയോടും അനുജനോടുമൊപ്പം വനത്തിലെത്തി സന്തോഷത്തോടെ ചിത്രകൂടത്തിൽ വസിക്കുന്ന കാലം പിതാവിൻ്റെ മരണവാർത്ത കേട്ട് ദുഃഖിച്ച് ശേഷക്രിയ നടത്തിയ രാഘവ ജയിച്ചാലും. ഭരതനെ ആശ്വസിപ്പിച്ച് രാജ്യഭാരമെല്ലാം ഏൽപ്പിച്ച് യാത്രയാക്കിയ ശേഷം
ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ച് ദുഷ്ടനായ വിരാതനെ വധിച്ച് മുനികളെ വന്ദിച്ച നാഥ ജയിച്ചാലും. സുധീഷ്ണ മഹർഷിയെ വന്ദിച്ച ശേഷം അഗസ്ത്യാശ്രമത്തിലെത്തി താപസശ്രേഷ്ഠനായ അഗസ്ത്യൻ നൽകിയ അമ്പും വില്ലും സ്വീകരിച്ച് ഗൗതമി നദീതീരത്ത് ലക്ഷ്മണൻ നിർമ്മിച്ച പർണശാലയിൽ സീതാലക്ഷ്മണ സമേതനായി ആനന്ദത്തോടെ വസിച്ച നാഥ ജയിച്ചാലും. കാമിനിയായി വന്നെടുത്ത ശൂർപ്പണഖയുടെ മൂക്കും മുലകളും ഛേദിച്ചതുകൊണ്ട് 14,000 പടയോടൊപ്പം യുദ്ധത്തിന് വന്ന ഖരനെ വധിച്ച് പൊന്മാനായി വന്ന മാരീചനെ പിന്തുടർന്നുപോയ സമയത്ത് രാവണൻ സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുപോയ വിവരം ദുഃഖത്തോടെ ജടായു പറഞ്ഞതിനു ശേഷം മരിച്ച ജടായുവിന് ശേഷക്രിയകളെല്ലാം നടത്തി ശക്തനായ കബന്ധന് മോക്ഷം നൽകി ശബരിയെ കണ്ട് വരം നൽകി പമ്പാതീരത്തിലൂടെ ദുഃഖിതനായി നടക്കുന്ന വേളയിൽ ഹനുമാനെ കണ്ടുമുട്ടുകയും അവൻ സുഗ്രീവനുമായി സഖ്യം ചെയ്യിപ്പിച്ച് ബാലിയെ വധിച്ചതിനു ശേഷം ചാതുർമാസ്യം ദുഃഖത്തോടെ അനുഷ്ഠിച്ച നാഥ ജയിച്ചാലും. സീതാദേവിയെ അന്വേഷിക്കുന്നതിനായി വാനരന്മാരെ നാനാ ദിക്കിലേക്ക് അയക്കുകയും മോതിരം ഹനുമാനെ ഏൽപ്പിക്കുകയും ചെയ്ത നാഥ അങ്ങ് ജയിച്ചാലും. ഹനുമാനും മറ്റു വാനരന്മാരും തെക്കേ ദിക്കിലേക്ക് തിരിച്ച് പാതാളത്തിൽ പോയി സ്വയംപ്രഭയെ കണ്ട് സന്തോഷത്തോടെ കടൽക്കരയിൽ ചെന്നെത്തി. സമ്പാദിയുടെ വാക്കുകേട്ട് മഹേന്ദ്രഗിരിയിൽ കയറി നിന്ന് ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി സീതാദേവിക്ക് അങ്കുലീയം നൽകിയിട്ട് ചൂടാരത്നം വാങ്ങിക്കൊണ്ട് ഉദ്യാനം തകർത്തു. യുദ്ധത്തിനായി വന്നെടുത്ത രാക്ഷസവീരന്മാരെയും രാവണപുത്രനായ അക്ഷകുമാരനെയും വധിച്ച് ദുഷ്ടനായ രാവണനെ കണ്ട് വൃത്താന്തങ്ങളെല്ലാം അറിയിച്ച് ലങ്കയും ചുട്ടുകരിച്ച് അങ്കദൻ തുടങ്ങിയ വാനരന്മാരുമായി വന്ന് ദേവിയെ കണ്ടേൻ എന്ന് പറഞ്ഞ ഹനുമാനെ ഗാഢമായി പുണർന്നിട്ട് സീതാദേവിയെ ഓർത്തിരുന്ന ശ്രീരാമദേവൻ ജയിച്ചാലും. ശുഭമുഹൂർത്തത്തിൽ വാനരപ്പടയോടൊപ്പം യുദ്ധത്തിന് പുറപ്പെട്ട രാഘവ ജയിച്ചാലും. ദക്ഷിണ സമുദ്രത്തിൻ്റെ ഉത്തരതീരത്തിലെത്തി അഭയം തേടിയെത്തിയ വിഭീഷണനെ ലങ്കയിലെ രാജാവായി വാഴിച്ച നാഥ ജയിച്ചാലും. വരുണൻ വഴി നൽകാതിരുന്നപ്പോൾ വില്ല് വാങ്ങി ശരം തൊടുത്തപ്പോൾ ഭയപ്പെട്ട വരുണൻ നളനെക്കൊണ്ട് ചിറകെട്ടിച്ചുകൊള്ളൂ ഞാൻ വഴിതരാം എന്നു പറഞ്ഞ നേരം ശ്രീ പരമേശ്വരനെ പ്രതിഷ്ഠിച്ച് അനുഗ്രഹം വാങ്ങി താമസിയാതെ നളൻ തയ്യാറാക്കിയ ചിറയിലൂടെ വാനരപ്പടയോടൊപ്പം അക്കരെ കടന്ന് രാവണനെ വധിച്ച രാഘവ ജയിച്ചാലും. അതിനുശേഷം വിഭീഷണനെ ലങ്കേശനായി വാഴിച്ച നാഥ ജയിച്ചാലും. അഗ്നിയിൽ പ്രവേശിച്ചു വന്ന സീതാദേവിയെ പരിഗ്രഹിച്ച രാഘവ ജയിച്ചാലും. സോദരന്മാർ നിശാചരന്മാർ വാനരന്മാർ എന്നിവരോടും സീതാദേവിയോടുമൊപ്പം പുഷ്പക വിമാനത്തിൽ നന്ദിഗ്രാമത്തിൽ വന്നിറങ്ങി ഭരതനെ ആശ്ലേഷിച്ച രാഘവ ജയിച്ചാലും. താപസന്മാരോടും രാക്ഷസന്മാരോടും വാനരശ്രേഷ്ഠന്മാരോടും സഹോദരന്മാരോടും ബ്രാഹ്മണന്മാരോടും വൈദേഹിയോടും കൂടി അയോധ്യയിൽ എത്തിച്ചേർന്ന് അഭിഷേകവും നടത്തി ബന്ധുവർഗത്തോടൊപ്പം സന്തോഷത്തോടെ രാജ്യം പരിപാലിച്ച നാഥ ജയിച്ചാലും. അഗസ്ത്യമുനി പറഞ്ഞ് രാക്ഷസ വംശോൽപത്തിയെല്ലാം അറിഞ്ഞ രാഘവ ജയിച്ചാലും. അപവാദ ഭയത്താൽ സീതാദേവിയെ ഉപേക്ഷിച്ച് ദുഃഖമെല്ലാം ഉള്ളിലൊതുക്കിയ നാഥ ജയിച്ചാലും. സ്വർണം കൊണ്ട് സീതാദേവിയുടെ വിഗ്രഹം സൃഷ്ടിച്ച് ഓരോരോ യാഗങ്ങൾ നടത്തി കീർത്തി വർദ്ധിപ്പിച്ച നാഥ ജയിച്ചാലും. അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം നടത്തി ദാനധർമ്മങ്ങൾ ചെയ്ത് വസിച്ച രാഘവ ജയിച്ചാലും. വാത്മീകി ശിഷ്യന്മാരും സൗമ്യന്മാരുമായ ലവകുശന്മാർ ആലപിച്ച രാമായണ കാവ്യം കേട്ട് സന്തോഷം പൂണ്ട ശ്രീരാമ ജയിച്ചാലും. സത്യത്തെ രക്ഷിക്കുന്നതിനായി ലക്ഷ്മണനെ ത്യജിച്ച് അത്യധികം ദുഃഖത്തോടെ വസിച്ച രാഘവ ജയിച്ചാലും. സീതാപുത്രന്മാരായ ലവകുശന്മാരെ ഓരോ രാജ്യങ്ങളിൽ വാഴിച്ച നാഥ ജയിച്ചാലും. സഹോദരന്മാർ മന്ത്രിമാർ രാക്ഷസന്മാർ വാനരന്മാർ അയോധ്യാവാസികൾ എന്നിവരോടൊപ്പം സരയൂ നദീതീരത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന രാഘവ ജയിച്ചാലും. രാമ രാമ നമസ്തേ സീതാപദേ അങ്ങേക്കു നമസ്കാരം. രാവണാന്തക നാരായണ ലക്ഷ്മീപദേ ജഗത്പദേ കരുണാനിധേ നമസ്കാരം. പരമാനന്ദമൂർത്തേ പരമപുരുഷ അങ്ങേക്കു നമസ്കാരം. ബ്രഹ്മദേവൻ ഇപ്രകാരം സ്തുതിച്ചപ്പോൾ ശ്രീരാമദേവൻ മധുരമായി അരുളിച്ചെയ്തു, എന്നോടൊപ്പം വരുന്നവർക്കെല്ലാം സ്വർഗലോകം കൊടുക്കണം. അതുകേട്ട് ബ്രഹ്മദേവൻ അരുളിച്ചെയ്തു, എങ്കിൽ എല്ലാവരും സരയൂ നദിയിൽ മുഴുകിയിടുക. സ്തുതി അവസാനിച്ചു. ഹരി ഓം.